അനീഷ് വേഴ്സസ് ആദില നൂറ. ആദില അനീഷിനോട് സംസാരിക്കുവാനായിട്ട് ചെല്ലുന്നത് ഒരുപാട് തവണ നമ്മൾ ലൈവ് കണ്ടവരെല്ലാം കണ്ടു കാണും. അത് അനുവദിക്കാതെ പുറകിൽ കൂടിയിട്ട് ഷാനവാസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഗൈസ് അറിയാൻ മേത്തുകൊണ്ടിരിക്കുകയാണ്. അനീഷിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിലിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പരിപാടി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് യഥാർത്ഥത്തിൽ അവനെ ഒരു സീരിയൽ നടനായിട്ട് തന്നെയാണ് എനിക്കതിൽ കാണാൻ സാധിച്ചത്, അല്ലാതെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും നിങ്ങളിവിടെ അറിയിക്കുക. ഈ രുദ്രൻ ആണ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ 2-3 ആഴ്ച കൊണ്ട് നമ്മളിപ്പോൾ ഈ രുദ്രനെയും ഒക്കെയാണ് സീരിയൽ നടനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷാനവാസിനെ അവിടെ കാണാനില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സ്വന്തം ക്യാരക്ടർ വ്യതിചരിച്ചുകൊണ്ട് ഈവൻ അനീഷിനെ പോലും പറയുകയാണ് ഫേക്കാണ് അനീഷ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അതിൽ യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് അറ്റൻഷൻ കിട്ടുന്നില്ല. അത് നേടിയെടുക്കാൻ വേണ്ടി ഓരോ വട്ടവും ആരോ ഇവരുടെ ഫാമിലി ടാസ്കിനെ കണ്ട് ആരോ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം അനീഷിന് വെളിയിൽ ആളുണ്ട്, ആൾ സപ്പോർട്ടുണ്ടെന്ന്. അതിനുശേഷം അനീഷിൻ്റെ പുറവിൽ കൂടി ഒരു വർത്തമാനം പോലും അനീഷ് സംസാരിക്കാൻ സമ്മതിക്കാതെ ഈ ഷാനവാസ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അത് തികച്ചും അത് ഗെയിമാണോ സ്ട്രാറ്റജിയാണോ എന്താണോ നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കൂ. താങ്ക് യു സോ മച്ച്.